ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PLC പ്രോഗ്രാം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന PLCയുടെ പ്രോഗ്രാം നമ്മളൊരു സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു ലോജിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു ടൈമർ വെക്കുന്നു. അതായത് 1, 2, 3 എന്ന് പറഞ്ഞാൽ അപ് ടു 5 സെക്കൻഡ്സ് വരെ അത് ടൈമർ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കൗണ്ട് ഓൺ ആവുന്നു. അങ്ങനെ അഗെയിൻ ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ അടുത്ത ഒരു കൗണ്ട്, അതായത് കൗണ്ടർ 2 എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യുന്നു. അതേപോലെ വീണ്ടും 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ അത് കൗണ്ടർ 3 ആവുന്നു. അങ്ങനെ അപ് ടു 5 ടൈംസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഔട്ട്പുട്ട് ഓൺ ആവുന്നു. ആ ഔട്ട്പുട്ട് എന്തും ആവാം, ഒരു ഫാനോ ബ്ലോവറോ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ലൈറ്റ്സോ മോട്ടറോ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഒരു ഔട്ട്പുട്ട് ഓൺ ആയതിനു ശേഷം നമ്മളൊരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ റീസെറ്റ് ആവുന്നു, അതേപോലെ തന്നെ ടൈമറും റീസെറ്റ് ആവുന്നു. നമ്മൾ ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പുഷ് ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. സിംപ്ലി പറയുകയാണെങ്കിൽ എവറി 5 സെക്കൻഡ്സിൽ ഒരു കൗണ്ട് നടക്കുന്നു. അങ്ങനെ 5 കൗണ്ട് ആകുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഓൺ ആകുന്നു. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ PLCയുടെ ലാഡർ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ന്യൂ എന്ന് പറയുന്ന പേജ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് പ്രോഗ്രാം ഫയൽ ടൈറ്റിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നു. വിഷൻ കൺട്രോൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ ടൈറ്റിൽ ആദ്യം കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫയൽ ഈസി ആയിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് PLCയുടെ മോഡൽ നമ്മൾ സെലക്ട് ചെയ്തു, SA2 എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമുക്കതിൻ്റെ ആദ്യത്തെ എലമെൻറ്റ്, അതായത് നമുക്ക് അറിയാം NO എലമെൻറ്റ് X0 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ Y0 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട്, Y0 അല്ല, നമ്മൾ M0 ആണ് കൊടുക്കുന്നത് കേട്ടോ. മെമ്മറിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മെമ്മറി അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മൾ അതിനെ ലാച്ചാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ലാച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ താഴെ സെയിം മെമ്മറി അഡ്രസ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. M100 എന്നുള്ള അതേ അഡ്രസ്സ് തന്നെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. അതിനുശേഷമാണ് നമ്മൾ ഇനി ഈ ഒരു M100 എന്ന് പറയുന്ന ഔട്ട്പുട്ടിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മൾ അടുത്ത ലാഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സ്റ്റാർട്ടിനെ പോലെ തന്നെ റീസെറ്റ് എന്നുള്ളൊരു ബട്ടൺ കൂടെ നമ്മളിപ്പോൾ തന്നെ കൊടുത്ത് വയ്ക്കുന്നുണ്ട്. അതിന് X1 എന്ന് പറയുന്ന ഇൻപുട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് അവസാനം പറയാം, ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ M100 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ഫർദർ ഇതിൻ്റെ ടൈമർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ M100 ഓൺ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈമർ ഓൺ ആവുന്ന രീതിയിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ടൈമർ സെലക്ട് ചെയ്തു, അതിന് K എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സ് വാല്യൂ നമ്മൾ, അതായത് 5 സെക്കൻഡ്സ് ആണ് നമ്മൾ കൗണ്ടായിട്ട് കൊടുക്കുന്നത്. അതായത് എവറി 5 സെക്കൻഡ്സിൽ ഒരു കൗണ്ട് വരണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 സെക്കൻഡ്സ് എന്നുള്ള അവിടെ 50 ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതായത് 50 സെലക്ട് ചെയ്താൽ അത് 5 സെക്കൻഡ്സ് ആയിട്ടാണ് കൗണ്ട് ആവുക, മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് 50 നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെയിം, അതായത് എപ്പോൾ ആ ടൈമർ 5 സെക്കൻഡ്സ് ആവുന്നോ ആ സമയത്ത് കൗണ്ട് 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ കൗണ്ടർ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു, C എന്ന് പറയുന്ന കൗണ്ടർ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ കൗണ്ട് വാല്യൂ, അതായത് 5 എന്നുള്ള രീതിയിൽ അവിടെ സെറ്റ് പോയിന്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോൾ ടൈം 5 സെക്കൻഡ്സ് ആവുന്നോ അപ്പോൾ T0 ഓൺ ആവും. T0 ഓൺ ആവുന്ന സമയത്ത് കൗണ്ടർ 1, അതായത് കൗണ്ടർ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 1, 2, 3 എന്ന് പറയുന്നത്. അപ് ടു 5 എത്തുന്ന സമയത്ത് കൗണ്ടറിൻ്റെ എനർജി, അതായത് കൗണ്ടർ സെറ്റ് ആവും. അതായത് C0 എന്ന് പറയുന്ന സിഗ്നൽ നമുക്ക് ഓൺ ആവും. C0 ഓൺ ആവുന്ന സമയത്ത് നമ്മൾ അതിന് പ്രൊപ്പോഷണലായിട്ട് ഒരു Y0, ഒരു മോട്ടറിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ കൗണ്ടർ 5 ആയിട്ട് കംപ്ലീറ്റ് ആവുന്നു, സെറ്റ് പോയിന്റ് വാല്യൂ 5 റീച്ച് ആവുന്നു, ആ സമയത്ത് C0 എന്നുള്ള ഔട്ട്പുട്ട് വരും. C0 ഓൺ ആവുന്ന സമയത്ത് Y0 ഓൺ ആവും. അതാണ് നമ്മളുടെ യഥാർത്ഥ ഔട്ട്പുട്ട്, മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മോട്ടർ ഓൺ ആവാൻ തുടങ്ങും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് റീസെറ്റ് ചെയ്യണം. അതായത് 5 കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത സൈക്കിൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീസെറ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ കൊടുക്കണം. അതിനാണ് X1 എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ X1 നമ്മൾ എപ്പോൾ പ്രസ് ചെയ്യുന്നു ആ സമയത്ത് M100 എന്ന് പറയുന്ന ആ ഔട്ട്പുട്ട് മെമ്മറി അഡ്രസ്സ് റീസെറ്റ് ആവും. അതായത് നമ്മൾ ഈ ടോട്ടൽ സൈക്കിൾ തന്നെ റീസെറ്റ് ആവും. ഇതാണ് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ X1ൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്തു. ഇനി അതേപോലെ T0ൻ്റെ അവിടെ ഒരു NC എന്ന് പറയുന്നത് നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഐ മീൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ ആ ടൈമർ റീസെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ T0ൻ്റെ NC കൊടുത്തിട്ടുള്ളത്. പിന്നെ കൗണ്ടർ C0ൻ്റെ NC നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ടോട്ടൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ
ഒരു സിഗ്നലാണ്. അതായത് Y0 എപ്പോൾ എനർജൈസ് ആവുന്നു ആ സമയത്ത് അത് ഇതാവും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ സിമുലേഷൻ കൊടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. X0 ആദ്യം നമുക്ക് ഓണാക്കി നോക്കാം. റൺ കമാൻഡ് കൊടുത്തതിന് ശേഷം X0 ഓൺ ആക്കുന്നു. X0 ഓൺ ആക്കുന്ന സമയത്ത് ഇപ്പോൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ X0 ഓഫ് ആക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതൊരു പുഷ് ബട്ടൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വൺസ് നമ്മൾ ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 കൗണ്ട് ആയി കഴിഞ്ഞു. അതായത് 5 സെക്കൻഡ്സിൻ്റെ 2 കൗണ്ട്, ഇതിപ്പോൾ 3 ആയി. ഇനി വീണ്ടും 4, 5 അങ്ങനെ 2 കൗണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി Y0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഓൺ ആകുകയും ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആവുകയും ചെയ്യും. ആ പ്രോസസ്സ് റീസെറ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്കതിന് X1 ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് കംപ്ലീറ്റ് ആ കൗണ്ടർ റീസെറ്റ് എന്നുള്ള ഫംഗ്ഷൻ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, X0 റീസെറ്റ് ചെയ്തു. റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മൾ ഓവറോൾ ഈ പറയുന്ന ഒരു PLC ലാഡർ ലോജിക്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ്, അതായത് PLC ബന്ധപ്പെട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.